അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭർത്താവിൻ്റെ സ്നേഹം കുറയുന്നത് പോലെ തോന്നുന്നുണ്ടോ? ചില സഹോദരിമാരൊക്കെ പറഞ്ഞു കേട്ടു, കല്യാണം കഴിഞ്ഞപ്പോൾ അടിപൊളിയായിരുന്നു, ഇപ്പം എന്നോട് സ്നേഹമില്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. ഇതിനെന്താണൊരു റെമഡി? ഒരു വഴി പറഞ്ഞു തരട്ടെ, ഒരു അടിപൊളി വഴിയാണ്, നിങ്ങൾ ചെയ്തു നോക്കൂലേ? അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നമ്മുടെ ലൈഫൊന്ന് അടിപൊളിയാക്കുന്നേ. അല്ലാഹു തആല ഹൃദ്യമായൊരു ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പെൺകുട്ടി അവളുടെ സങ്കടം പറഞ്ഞു. സാർ, ഞങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. സ്കൂൾ കാലം മുതൽ പ്രണയിച്ച് ആ പ്രണയത്തിൻ്റെ മൂർത്തീഭാവത്തിൽ വീട്ടുകാരെ പോലും എതിർത്ത് ഞങ്ങൾ ഒരുമിക്കുമെന്ന വാശിയോടെ രജിസ്റ്റർ മാരേജ് ചെയ്ത് അങ്ങനെയൊക്കെ കല്യാണം കഴിച്ചവരാണ് ഞങ്ങൾ. കല്യാണം കഴിഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു ലൈഫ്. ഞങ്ങൾ ഹണിമൂണിന് പോയി, ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അതിനിടയിൽ എപ്പോഴോ എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹം കുറഞ്ഞതുപോലെ, എന്നോടുള്ള പ്രണയമൊക്കെ നഷ്ടപ്പെട്ടു പോയതുപോലെ, എന്നോടിപ്പോൾ തീരെ സ്നേഹമില്ലാത്തതുപോലെ. അതിനിടയിൽ എൻ്റെ ഭർത്താവ് മദ്യപാനവും തുടങ്ങി, ഇപ്പോൾ ഭയങ്കര മുഴുക്കുടിയനെന്നതുപോലെ വെള്ളം കുടിക്കുകയാണ്. എന്നോട് തീരെ സ്നേഹമില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത്. അവരുടെ സംസാരത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഞാൻ അവർക്ക് ഉപദേശിച്ചു കൊടുത്തൊരു റെമഡി ഉണ്ട്. നിങ്ങൾ ഭർത്താവിനെ ഉടൻ വിളിക്കുക, എന്നിട്ട് സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒരു കാര്യം ചോദിക്കണം. എന്താ ചോദിക്കേണ്ടതെന്നറിയോ? ഇന്ന് കള്ളു കുടിക്കാതെ വരാൻ പറ്റുമോ ചേട്ടാന്ന് ചോദിക്കണം. ചേട്ടാന്ന് പറയാൻ കാരണം മുസ്ലിം അല്ലായിരുന്നു ആ സഹോദരി, അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് കള്ളു കുടിക്കാതെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അങ്ങനെ ഇവൾ പോയി ഭർത്താവിനെ വിളിച്ചു. ഈ വിശേഷം എന്നെ വിളിച്ച് പറയാണ്, സാർ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിരുന്നു, കള്ളു കുടിക്കാതെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു, പക്ഷേ അങ്ങനെ വരാൻ പറ്റില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. എന്തായാലും ഞാൻ കുടിക്കും എന്നാണ് ധാർഷ്ട്യത്തോടെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറില്ല, അങ്ങനെ പറഞ്ഞോട്ടെ, നീ ഒരു കാര്യം ചെയ്യണം. ഭർത്താവ് വരുമ്പോഴേ, എപ്പോഴും വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ഈ കള്ളു കുടിച്ച് വരുമ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാൻ ബഹളം ഉണ്ടാക്കും, ഓരോന്ന് പറഞ്ഞ് തമ്മിൽ തല്ല് പിടിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാറ്. ഞാൻ ചോദിച്ചു, എനിക്ക് സ്നേഹം വേണ്ടേ ഭർത്താവിൻ്റെ? ഹാപ്പിയായിട്ട് ജീവിക്കണ്ടേ? വേണം, ഞാൻ പറയണ കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. ഭർത്താവ് വരുമ്പോഴേ, ഒന്നും മിണ്ടണ്ട, നീ ആ മനുഷ്യൻ്റെ അടുത്ത് പോയിരുന്നോ, ആ മനുഷ്യൻ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പോയി ഇങ്ങനെ രണ്ടുപേരും ചേർന്നൊന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നത്തേതിൽ നിന്നും വിപരീതമായിട്ടാണ് അന്ന് ഭർത്താവിനത് അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ ദിവസവും അവൾ അങ്ങനെ ചെയ്തു, മൂന്നാം ദിവസം അങ്ങനെ ചെയ്തു, നാലാം ദിവസം അങ്ങനെ ചെയ്തു. ഈ ചെയ്യുന്നതിനിടയിലെ അവൾ പറഞ്ഞ അനുഭവം എന്താണെന്ന് വെച്ചാൽ, 1-2 ദിവസം കഴിഞ്ഞപ്പോൾ മദ്യപാനത്തിൽ ചെറിയ മാറ്റം വന്നതുപോലെ. കുടി നിർത്തിയിട്ടില്ല, കുടിയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്. എന്നോട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തിങ്ങനെ ഞാനിരിക്കുമ്പോൾ എന്നിലേക്കും എൻ്റെ ഭർത്താവ് ഒന്ന് ചേർന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പതിയെ പതിയെ ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് അല്പമേ, വളരെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ എന്ന് തോന്നിയൊരു ദിവസം അവൾ ആ മനുഷ്യൻ്റെ അടുക്കൽ പോയിരുന്നു. അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്ന് കയ്യിൽ പിടിക്കണം. അവനും അവളുടെ കൈയൊന്നിങ്ങനെ മുറുക്കി. അവൾ പറഞ്ഞു, ചേട്ടൻ ഒന്ന് എഴുന്നേക്ക്, നമുക്കൊന്ന് നടക്കാം. വീടിൻ്റെ മുറ്റത്തുകൂടെ രണ്ടുപേരും ഇങ്ങനെ കൈകോർത്ത് നടന്നു. അവളിങ്ങനെ പഴയ കഥകളൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ആ മനുഷ്യൻ കൈ പിടിച്ചിട്ട് വീടിൻ്റെ അകത്തേക്ക് ഓടി. അവൾ എന്താണെന്ന് മനസ്സിലാകാതെ അത്ഭുതപ്പെട്ട് നിന്ന് പെട്ടെന്ന് തന്നെ അവൻ്റെ പിന്നാലെ അവൾ ഓടുന്നുണ്ട്. തൻ്റെ റൂമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കുഞ്ഞവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് വിതുമ്പിക്കരയാണ് അവളുടെ ഭർത്താവ്. അവളിങ്ങനെ അടുത്തു പോയിരുന്നപ്പോൾ അവളുടെ മടിയിലേക്ക് ആ മനുഷ്യൻ തല വെച്ചിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ പറയുന്നുണ്ട്, നീ എനിക്ക് മാപ്പ് തരണം, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ തിരിഞ്ഞു നോക്കിയില്ല, ഞാൻ നിനക്ക് സ്നേഹം തന്നില്ല, നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അവളും പറഞ്ഞു, ഏട്ടനോട് ഞാനല്ലേ ക്ഷമ ചോദിക്കേണ്ടത്? എൻ്റെ ഏട്ടനെ നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, എൻ്റെ ഏട്ടന് സന്തോഷം തരാൻ എനിക്ക് സമയം കിട്ടിയില്ല, എൻ്റെ ഏട്ടനോടൊപ്പം ഒന്ന് ചേർന്നിരിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, എന്നോട് ക്ഷമിക്കണം. രണ്ടുപേരും അങ്ങ് പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷിക്കാൻ തുടങ്ങി.
ഇവിടെ എന്താ കുഴപ്പം സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവർക്ക് കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ലൈഫ് അടിപൊളിയായിരുന്നു, ഹണിമൂൺ പീരീഡൊക്കെ ആസ്വദിച്ചു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരുടെ ശ്രദ്ധ കുഞ്ഞിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി, ഭർത്താവിനെ മൈൻഡ് ചെയ്യാതായി. കാരണം ലവ് അഫെയറിലൂടെ വിവാഹം കഴിച്ചവരാണ്. എവിടെയൊക്കെയോ ആ ലവ് നഷ്ടപ്പെട്ടൊരു ഫീല് ഭർത്താവിന് അനുഭവിക്കാൻ തുടങ്ങി. അവൾ തീർത്തും കുഞ്ഞിലേക്ക് മാത്രം ശ്രദ്ധ ഒതുക്കിയപ്പോൾ ഭർത്താവിന് തീരെ സ്നേഹം കിട്ടാതെയായ പോലെ, ഇവൾക്കെന്നെ ഇഷ്ടമല്ല എന്ന് തോന്നിയതുപോലെ ആ തോന്നൽ മദ്യപാനത്തിലേക്ക് വരെ ആ മനുഷ്യനെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നുള്ളതാണ്. ഒന്ന് പൊട്ടിക്കരയാൻ അനുവദിച്ചാൽ, മടിയിൽ കിടന്നൊന്ന് പൊട്ടിക്കരയാൻ അനുവദിച്ചാൽ, ഒന്ന് ചേർന്നിരുന്നാൽ, ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ. ഭീകരമായ വിഷയങ്ങളൊന്നുമില്ല. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എല്ലാ പ്രശ്നത്തിനും ഇവിടെ പരിഹാരമാണ്. പലപ്പോഴേ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായാലും കുഞ്ഞിനോട് സ്നേഹിക്കേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങളുടെ സ്നേഹം പലപ്പോഴും കുഞ്ഞുങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ? കുഞ്ഞുണ്ടായ പിന്നെ കുഞ്ഞിനെ ശ്രദ്ധിക്കണ്ടേ ഉസ്താദെ, കെട്ടി നോക്കിക്കാൻ പറ്റുമോ? അബദ്ധമാണ്. അങ്ങനെയല്ല. കുഞ്ഞിനെ ശ്രദ്ധിക്കണം, ഭർത്താവിനെ ശ്രദ്ധിക്കണം. ഭർത്താവോ കുഞ്ഞിനെ ശ്രദ്ധിക്കണം, തൻ്റെ പ്രിയപ്പെട്ടവളെ ശ്രദ്ധിക്കണം. അങ്ങനെ പരസ്പരമാ പോയിക്കൊണ്ടിരുന്ന ലവിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ ആ ഒരു ലൈഫ് ഹണിമൂൺ പീരീഡ് അവസാനം വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ വലിയ ലക്കിയാണ്. യു ആർ ദ ലക്കിയസ്റ്റ് പേഴ്സൺസ് ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ ലക്കിയസ്റ്റ് പേഴ്സൺസ് നിങ്ങളാണ്. അങ്ങനെ ആകാൻ കഴിയണമെന്നാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഏത് വയസ്സായാലും ഈ വയസ്സായ ബാപ്പാനും ഉമ്മാനെയൊക്കെ കുറേ ആളുകൾ പരീക്ഷിക്കാറുണ്ട്. എനിക്ക് വലിയ സങ്കടമാണത്. ചില കുടുംബത്തിൽ ബാപ്പ ഒരു റൂമിലായിരിക്കും, ബാപ്പയുടെ കെട്ടിയുള്ള, അതായത് ഉമ്മ പേരക്കുട്ടികളുടെ കൂടെ വേറെ റൂമിലായിരിക്കും, പേരക്കുട്ടികൾ നോക്കാൻ വല്യുമ്മാനെ ഏൽപ്പിച്ചേക്കാണ്, ബാപ്പ വേറെ റൂമിൽ. ചെയ്യരുത് കേട്ടോ, അത് ചതിയാണ്. നിങ്ങൾ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ആ മനുഷ്യന്മാർ ഒരുമിച്ച് കഴിയട്ടെ, അവർ മരിക്കുമ്പോൾ ഒരുമിച്ച് കിടക്കട്ടെ. നിങ്ങൾക്കും വയസ്സാകുമല്ലോ, ഈ മക്കൾ ഇത് കണ്ടല്ലേ പഠിക്കണേ, നിങ്ങൾ ഒരുമിക്കാൻ സമ്മതിക്കുമോ? ചെയ്യരുതൊരിക്കലും. 61-ാമത്തെ വയസ്സിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തൊരു പരിപാടിയുണ്ട്. ശ്രദ്ധിക്കണം. 61-ാമത്തെ വയസ്സിൽ നമ്മുടെ വാപ്പായുമായി എവിടെയെന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. 61-ാമത്തെ വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കഷ്ണം ഇറച്ചി കടിച്ചിട്ട് അവിടെ വെച്ചാൽ, ആ ഇറച്ചി കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ ആയിഷയുടെ ചുണ്ടെവിടെയാണോ പതിഞ്ഞത് അവിടെ നിന്ന് കടിച്ചു ഭക്ഷിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 60 കഴിഞ്ഞപ്പോഴും റസൂലുള്ള അങ്ങനെയായിരുന്നു. റൊമാൻസ് ഉണ്ടായിരുന്നു, ചേർത്ത് പിടിച്ചിരുന്നു ആയിഷയെ റളിയല്ലാഹു അൻഹ, അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരെ. അപ്പം നമുക്കും ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മടിയിൽ കിടന്ന് പൊട്ടിക്കരയാൻ അനുവദിച്ചാൽ, സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. അപ്പോൾ ഒന്ന് വിട്ടുകൊടുത്ത് അല്പമൊന്ന് താഴ്ന്നിട്ടാണെങ്കിലും നമ്മളൊന്ന് അങ്ങോട്ട് ചെന്ന് നമ്മുടെ ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ, ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാകാനല്ലേ. ഇപ്പോൾ ഭാര്യയായാലും ഭർത്താവായാലും ആരെങ്കിലും ഒരാളൊന്ന് താഴ്ന്നു കൊടുത്തിട്ട് അങ്ങോട്ട് ചെന്നൊന്ന് ചേർന്നിരുന്ന് നോക്കിയേ, ലൈഫ് അടിപൊളിയാകും. ശ്രമിച്ചു നോക്കൂലേ? കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. സന്തോഷം നിറഞ്ഞ ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.